നമസ്കാരം. ആദീസ് ലൈഫ് ഹബിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അന്വേഷിക്കുന്നത് എന്താണ്? അതെ, വിജയമാണ്, സന്തോഷമാണ്, സമാധാനമാണ്. പക്ഷേ അതിലേക്ക് എത്താൻ എന്താണ് ശരിയായ വഴിയെന്ന് പലർക്കും വ്യക്തമാകാറില്ല. അതിനാലാണ് പഴയകാല ചിന്തകരുടെ ഉപദേശങ്ങൾ ഇന്നും അത്ര പ്രസക്തമായിരിക്കുന്നത്. അവയിൽ ഏറ്റവും ശ്രദ്ധേയനായ ഒരാളാണ് ചാണക്യൻ. അദ്ദേഹം പറഞ്ഞ ചിന്തകൾ കേൾക്കുമ്പോൾ വളരെ ലളിതമാണെന്ന് തോന്നും. പക്ഷേ ആഴത്തിൽ ചിന്തിച്ചാൽ അത് നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റാൻ കഴിയുന്ന ശക്തിയുള്ളതുമാണ്. ഇന്ന് നമ്മൾ അവയിൽ നിന്നുള്ള 10 പ്രധാന ഉപദേശങ്ങൾ വളരെ ലളിതമായി മനസ്സിലാക്കാം. ആദ്യത്തെ കാര്യം, ശത്രുവിനെ ഒരിക്കലും ചെറുതായി കാണരുത്. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ആളുകളെ അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി നോക്കി വിലയിരുത്താറുണ്ട്. ഒരാൾ നമ്മളെക്കാൾ കുറച്ച് ശക്തിയുള്ളവനാണെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ അവനാൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് തോന്നിയാൽ നാം അവനെ ചെറുതായി കാണും. പക്ഷേ യഥാർത്ഥത്തിൽ അത്ര ലളിതമല്ല. ഓരോ മനുഷ്യന്റെയും ഉള്ളിൽ കാണാൻ കഴിയാത്ത കഴിവുകളും സാധ്യതകളും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. നമ്മൾ അവഗണിക്കുന്ന ഒരാൾ തന്നെ ഒരിക്കൽ വലിയ ശക്തിയായി മാറാൻ കഴിയുന്നു. അതുകൊണ്ട് ഒരാളെയും ചെറുതായി കാണുന്നത് അവനേക്കാൾ കൂടുതൽ നമ്മൾക്കാണ് അപകടകരം. കാരണം അങ്ങനെ കാണുമ്പോൾ നമ്മൾ ജാഗ്രത നഷ്ടപ്പെടും, തയ്യാറെടുപ്പ് കുറയും. ജീവിതം ഒരു പോരാട്ടം പോലെയാണ്. ഇവിടെ വിജയിക്കുന്നത് എല്ലായ്പ്പോഴും ശക്തിയുള്ളവൻ മാത്രമല്ല, ജാഗ്രതയുള്ളവനും കൂടിയാണ്. അതുകൊണ്ട് ആരായാലും മാന്യതയോടെ കാണുക, പക്ഷേ ഉള്ളിൽ അലേർട്ടായിരിക്കുക. ഇത് ഭയമല്ല, ഇത് ബുദ്ധിയാണ്. രണ്ടാമത്തെ കാര്യം, രഹസ്യങ്ങൾ എല്ലാവരോടും പങ്കിടേണ്ടതില്ല. നമ്മൾ വിശ്വസിക്കുന്ന ആളുകളോട് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും തുറന്നു പറയാറുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ എല്ലാവരും നമ്മുടെ വിശ്വാസത്തിന് അർഹരായിരിക്കണമെന്നില്ല. ഒരു രഹസ്യം പുറത്തു പോയാൽ അത് പിന്നെ തിരികെ കൊണ്ടുവരാൻ കഴിയില്ല. ചിലപ്പോൾ നമ്മൾ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ പോലും മറ്റുള്ളവരുടെ കയ്യിൽ ആയുധമായി മാറാം. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യങ്ങളും പദ്ധതികളും എല്ലാം എല്ലാവരോടും പറഞ്ഞു നടക്കേണ്ടതില്ല. ശാന്തമായി ശ്രദ്ധയോടെ മുന്നോട്ടു പോകുക. ഫലം വന്നാൽ അത് ലോകം തന്നെ കാണും. അതുവരെ നമ്മുടെ ശക്തി നമ്മുടെ നിയന്ത്രണത്തിൽ തന്നെ നിലനിർത്തുക എന്നതാണ് ബുദ്ധി. മൂന്നാമത്തെ കാര്യം, ശരിയായ സമയത്ത് തീരുമാനമെടുക്കാൻ പഠിക്കണം. ജീവിതത്തിൽ ചില അവസരങ്ങൾ ഒരിക്കൽ മാത്രമേ വരാറുള്ളൂ. പക്ഷെ നാം പലപ്പോഴും സംശയത്തിലും ഭയത്തിലും കുടുങ്ങി തീരുമാനങ്ങൾ വൈകിപ്പിക്കുന്നു. പിന്നെ നോക്കാം എന്ന് പറയുമ്പോൾ തന്നെ അവസരം നമ്മെ വിട്ടുപോകുന്നു. പിന്നെ അവശേഷിക്കുന്നത് വിഷമവും അപ്പോൾ ചെയ്തിരുന്നെങ്കിൽ എന്ന ചിന്തയും മാത്രം. അതുകൊണ്ട് എല്ലാ കാര്യത്തിനും പെർഫെക്റ്റ് സമയം കാത്തിരിക്കേണ്ടതില്ല. ചിലപ്പോൾ ശരിയായ സമയം തിരിച്ചറിയുകയും അതിൽ തീരുമാനമെടുക്കുകയും ചെയ്യുന്നത് തന്നെ വിജയത്തിന്റെ ആദ്യ പടിയാണ്. നാലാമത്തെ കാര്യം, സ്വയം നിയന്ത്രണം വിജയത്തിന്റെ അടിസ്ഥാനം. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും ലക്ഷ്യങ്ങൾ ഉണ്ടാകും. അതിനാവശ്യമായ ഒന്നാണ് ഡിസിപ്ലിൻ. സ്വയം നിയന്ത്രണം എന്നത് മനസ്സിനെ ഇഷ്ടമുള്ളത് ചെയ്യുന്നതല്ല, നമ്മൾക്ക് വേണ്ടത് ചെയ്യാൻ നമ്മളെ തന്നെ നിയന്ത്രിക്കുന്നതാണ്. ദിവസം തോറും ചെറിയ കാര്യങ്ങളിൽ പോലും നിയന്ത്രണം പുലർത്താൻ കഴിയുന്നവർക്ക് വലിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതിനാൽ സെൽഫ് കൺട്രോൾ എന്നത് ഒരു ശീലം പോലെ വളർത്തേണ്ട ഒന്നാണ്. അഞ്ചാമത്തെ കാര്യം, കുറച്ച് സംസാരിക്കുക, കൂടുതൽ കേൾക്കുക. കുറച്ച് സംസാരിക്കുന്നവർ പലരും സാധാരണയായി കാണും. പക്ഷെ അവർ തന്നെയാണ് കൂടുതൽ മനസ്സിലാക്കുന്നവർ. അധികം സംസാരിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ചിന്തകളും ദൗർബല്യങ്ങളും പുറത്തുവിടും. പക്ഷേ ശ്രദ്ധയോടെ കേൾക്കുന്നവർക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഓരോ വാക്കും ചിന്തിച്ച് പറയുക, ആവശ്യമുള്ളത് മാത്രം പറയുക. അതാണ് ബുദ്ധിമുട്ടില്ലാത്തൊരു ശീലം. ആറാമത്തെ കാര്യം, ബുദ്ധിയാണ് യഥാർത്ഥ ശക്തി. ശാരീരിക ശക്തി എല്ലായ്പ്പോഴും വിജയത്തിലേക്ക് നയിക്കണമെന്നില്ല. പക്ഷേ ബുദ്ധി ശരിയായി ഉപയോഗിച്ചാൽ പല പ്രശ്നങ്ങളും എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയും. ഒരു പ്രശ്നം നേരിടുമ്പോൾ അതെങ്ങനെ സമീപിക്കണമെന്നറിയുന്നവരാണ് കൂടുതൽ വിജയിക്കുന്നത്. അതുകൊണ്ട് പഠിക്കാൻ തയ്യാറാവുക, ചിന്തിക്കാൻ സമയം കണ്ടെത്തുക. ഇവയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന യഥാർത്ഥ ശക്തികൾ. ഏഴാമത്തെ കാര്യം, വിശ്വാസം നൽകുമ്പോൾ സൂക്ഷിക്കുക. വിശ്വാസം വളരെ വിലപ്പെട്ട ഒന്നാണ്. അത് ശരിയായ ആളുകൾക്ക് നൽകിയാൽ അത് ബന്ധങ്ങളെ ശക്തമാക്കും. പക്ഷെ തെറ്റായ ആളുകൾക്ക് നൽകിയാൽ അത് വേദനയാകും. അതുകൊണ്ട് തന്നെ ഒരാളെ വിശ്വസിക്കുന്നതിന് മുമ്പ് അവരെ മനസ്സിലാക്കാൻ സമയമെടുക്കുക. സ്ലോ ആയി ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക. അതാണ് സുരക്ഷിതമായ വഴി. എട്ടാമത്തെ കാര്യം, ചെറിയ തുടക്കങ്ങളെ അവഗണിക്കരുത്. വലിയ കാര്യങ്ങൾ എല്ലാം ചെറിയ തുടക്കങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത്.
പലരും ഇത് ചെറിയതാണ് എന്ന് കരുതി തുടങ്ങാൻ മടിക്കും. പക്ഷേ തുടക്കം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു ചെറിയ ശ്രമം പോലും തുടർച്ചയായി ചെയ്താൽ വലിയ ഫലങ്ങളിലേക്ക് എത്തും. അതുകൊണ്ട് ചെറിയ തുടക്കങ്ങളെ ഒരിക്കലും ചെറുതായി കാണരുത്. 9ാമത്തെ കാര്യം, ഭയം ജയിക്കാൻ പഠിക്കണം. നമ്മളെ പലപ്പോഴും തടയുന്നത് പുറം സാഹചര്യങ്ങളല്ല, നമ്മുടെ ഉള്ളിലെ ഭയമാണ്. ഭയം കാരണം നമ്മൾ ശ്രമിക്കാതെ ഇരിക്കുമ്പോൾ നമ്മൾക്കുള്ള സാധ്യതകളെ തന്നെ നാം നഷ്ടപ്പെടുത്തുന്നു. ഭയമില്ലാതാക്കാൻ കഴിയില്ല, പക്ഷെ അതിനെ നേരിടാൻ കഴിയും. അതിനെ നേരിടുമ്പോൾ തന്നെ ആത്മവിശ്വാസം വളരുകയും ചെയ്യും. 10ാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നാണ്, കൺസിസ്റ്റൻസി. വിജയം ഒരു ദിവസം കൊണ്ട് ലഭിക്കുന്ന ഒന്നല്ല, അത് സമയമെടുത്താണ് രൂപപ്പെടുന്നത്. അതിന് കൃത്യമായ പ്ലാനും അതുപോലെ തന്നെ കൺസിസ്റ്റൻസിയും ആവശ്യമാണ്. ധൈര്യത്തോടെ സ്ഥിരതയോടെ മുന്നോട്ട് പോയാൽ ഫലം വൈകിയാലും ഉറപ്പായും ലഭിക്കും. അതുകൊണ്ട് ക്ഷമയും ദിശയും ഒരുമിച്ചാൽ വിജയമെന്ന ലക്ഷ്യത്തിലെത്താൻ കഴിയും. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 10 ചിന്തകൾ കേൾക്കുമ്പോൾ ലളിതമാണെന്ന് തോന്നാം, പക്ഷേ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ വലിയ മാറ്റം കാണാം. ഓരോ ദിവസവും ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതോടെ ജീവിതം തന്നെ പുതിയ ദിശയിലേക്ക് മാറും.